സാധാരണക്കാരന്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയുന്ന നേതാക്കൾ ഉയർന്നു വരണമെന്നും അവർ വേണം ഭരണചക്രം തിരിക്കേണ്ടതെന്നും മറിയ ഉമ്മൻ. UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കോതമംഗലത്ത് നടന്ന വനിതാ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു മറിയ ഉമ്മൻ. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള LDF സർക്കാരിന്റെ ദുർഭരണം അവസാനിക്കുന്ന ദിവസമായിരിക്കും ഏപ്രിൽ 9 സാധാരണക്കാരിൽ നിന്നും അകന്നു നിൽക്കുന്ന സർക്കാരിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയെന്നും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ കോതമംഗലത്ത് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന വനിതാ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള LDF ഗവൺമെന്റിന്റെ ദുർഭരണം അത് അവസാനിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 9. നമ്മൾ ഓരോരുത്തരും വിധി എഴുതുന്ന ദിവസമാണ് ഏപ്രിൽ 9. മെയ് 4 വോട്ട് എണ്ണുമ്പോൾ നമ്മൾ കൊടുത്ത ആ വോട്ടിൻ്റെ റിസൾട്ട് മെയ് 4 നമ്മൾ അറിയും. ഇന്ന് നമ്മൾ കാണുന്നത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സർക്കാരിനെയാണ്. ഒരു സാധാരണക്കാരനും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെയോ അടുത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. വികസന മുരടിപ്പിനാണ് കോതമംഗലം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്നും കോതമംഗലത്തിന്റെ വികസനം സാധ്യമാക്കാൻ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തണമെന്നും UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൈവിട്ടുപോയ നമ്മുടെ കോതമംഗലം നിയോജക മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരിച്ചു പിടിക്കും. അത് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയ വാഗ്ദാനമാണ്. നമുക്ക് ഈ നാടിനെ വീണ്ടെടുക്കണം. എല്ലാ തരത്തിലും എല്ലാവർക്കും സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാക്കി കോതമംഗലത്തെ നമുക്ക് മാറ്റണം. കഴിഞ്ഞ 10 വർഷക്കാലം വികസന മുരടിപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായും ഈ ദുർഭരണം അവസാനിപ്പിച്ച് സൽഭരണത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുവാൻ പ്രിയപ്പെട്ട എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. ചെറിയ പള്ളിത്താഴത്ത് നിന്നും ആരംഭിച്ച വനിതാ റോഡ് ഷോയിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. താളമേളങ്ങളുടെയും കാവടികളുടെയും അകമ്പടിയോടെ നടന്ന വനിതാ റോഡ് ഷോ കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് സമീപം സമാപിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.